ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാഭാരതത്തിലെ പാണ്ഡവരും കൗരവരും ഉൾപ്പെടെയുള്ള രാജകുമാരന്മാരുടെ ഗുരുവായിരുന്നു ദ്രോണാചാര്യർ. ഒരിക്കൽ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരുടെ അസ്ത്രവിദ്യയിലുള്ള പാഠവും പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഒരു മരത്തിന് മുകളിൽ ആരും കാണാതെ അദ്ദേഹം ഒരു കൃത്രിമ പക്ഷിയെ ഉണ്ടാക്കി വെച്ചു. പിന്നീട് ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി ഓരോരുത്തരെയായി അസ്ത്രവുമായി തൻ്റെ അരികിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ആദ്യം ധർമ്മപുത്രരുടെ ഊഴമായിരുന്നു. പക്ഷിയുടെ കഴുത്തിൽ അമ്പെയ്ത് അതിനെ വീഴ്ത്തണമെന്നായിരുന്നു ഗുരുവിൻ്റെ നിർദ്ദേശം. ധർമ്മപുത്രർ അമ്പെടുത്ത് പക്ഷിയെ ഉന്നം വെച്ചപ്പോൾ ഗുരു ചോദിച്ചു, കുമാര, ഇപ്പോൾ കുമാരന് എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? ധർമ്മപുത്രർ മറുപടി പറഞ്ഞു, എനിക്ക് മരത്തിലിരിക്കുന്ന പക്ഷിയെ കാണാം, പിന്നെ ആ വൃക്ഷത്തെയും കുമാരന്മാരെയും ആചാര്യനെയും നന്നായി കാണാം. ഗുരു ധർമ്മപുത്രരെ തൽക്കാലം മാറ്റി നിർത്തി. തുടർന്ന് ഓരോ ശിഷ്യന്മാരെയും വിളിച്ച് ഗുരു ഇതേ ചോദ്യം ആവർത്തിച്ചു. എല്ലാവരും ധർമ്മപുത്രർ പറഞ്ഞതുപോലെ പക്ഷിയെ കൂടാതെ ചുറ്റുമുള്ള പല കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ടെന്ന് മറുപടി നൽകി. ഒടുവിൽ അർജുനന്റെ ഊഴമെത്തി. അർജുനനോടും ഗുരു ഇതേ ചോദ്യം ചോദിച്ചു. അർജുനൻ അമ്പുന്നം പിടിച്ച് ഒരു നിമിഷം നിന്നു. എന്നിട്ട് മറുപടി നൽകി, എനിക്ക് ആ പക്ഷിയെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഗുരു ആവർത്തിച്ച് ചോദിച്ചു, ചുറ്റിനുമുള്ളതൊന്നും കാണുന്നില്ലേ എന്ന്. അർജുനന് മറ്റൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. ഗുരു ഉടൻ തന്നെ അമ്പെയ്യാൻ നിർദ്ദേശം നൽകി. കൽപ്പന കേട്ടതും അർജുനൻ ശരം പായിച്ചു. ഒറ്റ അസ്ത്രത്തിൽ തന്നെ പക്ഷിയുടെ കഴുത്ത് മുറിഞ്ഞ് അത് നിലത്ത് വീണു. അർജുനന്റെ ലക്ഷ്യബോധത്തിൽ സന്തുഷ്ടനായ ദ്രോണർ ശത്രുവിനെ ജയിക്കാൻ പോകുന്ന തന്റെ ശിഷ്യൻ അർജുനൻ തന്നെയാണെന്ന് മനസ്സിലാക്കുകയും പ്രിയ ശിഷ്യനെ ആലിംഗനം ചെയ്യുകയും ചെയ്തു. ജീവിതത്തിൽ ഒരു ലക്ഷ്യം നേടാൻ നാം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും ആ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കണം. ചുറ്റുമുള്ള അനാവശ്യമായ കാര്യങ്ങളിലോ ശ്രദ്ധ തെറ്റിക്കുന്ന വിഷയങ്ങളിലോ മുഴുകുന്നത് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ അകറ്റും. ചെയ്യുന്ന കാര്യങ്ങൾ ഏകാഗ്രതയോടെ ചെയ്യുക എന്നത് ഏറെ പ്രധാനമാണ്. സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാൻ അദ്ദേഹത്തിൻ്റെ പാദത്തിലിരിക്കുമ്പോൾ മാർത്ത വീട്ടുജോലികളുടെ തിരക്കിലാണ്. ക്രിസ്തുവിൻ്റെ വാക്കുകൾ, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു, എന്നാൽ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. വീട്ടുകാര്യങ്ങളിലും മക്കളുടെ പരിപാലനത്തിലും ജോലിക്കാര്യത്തിലും മാത്രമല്ല, ആത്മീയ കാര്യങ്ങളിലും ഈ ഏകാഗ്രത കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനയിൽ, ആരാധനയിൽ എല്ലാം ഈ ഏകാഗ്രത കൂടിയേ തീരൂ. കാരണം ലക്ഷ്യം ക്രിസ്തുവിലാവുക എന്നതാണ്. അതിന് ഈ ആത്മീയ കാര്യങ്ങളിൽ ഏകാഗ്രത കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. സ്വർഗരാജ്യം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി മുന്നോട്ട് പോകുമ്പോൾ ലക്ഷ്യം തെറ്റാതെ പൂർണ്ണമായും ഏകാഗ്രതയോടെ ആയിരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുമാറിൽ മറഞ്ഞിടും ഞാൻ, ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടു